ഇന്ന് നമ്മുടെ ഗാരേജിലേക്ക് എത്തിയിരിക്കുന്ന ടൊയോട്ട ഫോർച്യൂണർ ആണ്. പലരും പല കാരണത്താലാണ് ഇന്റീരിയർ പെയിന്റിങ് ചെയ്യുക. മോശമായതുകൊണ്ട് പെയിന്റിങ് ചെയ്യുന്നവരുണ്ട്. ഐവറിയും ബീജ കളറൊക്കെ കണ്ടും അടുത്തുകൊണ്ട് കളർ ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരുകളുണ്ട്. അപ്പോൾ ഈ ഒരു ടൊയോട്ട ഫോർച്യൂണർ നമുക്ക് ഇന്റീരിയർ പെയിന്റിങ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു മെറൂൺ കളറിലേക്കാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെയിം പാറ്റേൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടി പെയിന്റിങ് ഇന്റീരിയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിലവിലുള്ള കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീജയും അതേപോലെ തന്നെ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഇന്റീരിയർ സൈഡ് ഉള്ളത്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ആ ഒരു മെറൂൺ കളറിലേക്ക് സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുമ്പോൾ ആ ഒരു കളർ ചിലപ്പോൾ നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ ആ ഒരു കളറിന് വ്യത്യാസമായിട്ട് തന്നെ സീറ്റിന് ഒരു കണ്ടിന്യൂറ്റി കിട്ടാനും സീറ്റിനെ മാച്ച് ചെയ്തിട്ട് അതിൻ്റെ ഡാഷ്ബോർഡും ഡോർ പാഡും വരാൻ വേണ്ടിയിട്ട് ഇവർ മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ, അതായത് ഐവറി വരുന്ന ഭാഗങ്ങളിലെല്ലാം മെറൂൺ കളർ അടിക്കുക, ബ്ലാക്ക് വരുന്ന ഭാഗങ്ങളിലൊക്കെ ബ്ലാക്ക് തന്നെ പെയിൻറ്റിങ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഗാരേജിലേക്ക് വന്നാണ് ഒരു വണ്ടിയാണ്. ഫോർച്യൂണറിൻ്റെ നമ്മൾ ഇൻറ്റീരിയർ ഫുള്ളായിട്ട് തന്നെ അത് അഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് നമ്മൾ A to Z സാധനങ്ങൾ ഡാഷ്ബോർഡ് പെയിൻറ്റിങ് അതേപോലെ തന്നെ ഇൻറ്റീരിയർ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് അയക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. റൂഫിൻ്റെ AC-യുടെ വിൻഡോകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഫുള്ളായിട്ട് തന്നെ അയച്ചു. വണ്ടിയിൽ മൊത്തം ഈ ഒരു രീതിയിലേക്കായി മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്സുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അടിക്കാൻ പോണത് മെറൂൺ, അതായത് നമ്മുടെ ഈ സീറ്റ്, നമ്മുടെ ഈ ഒരു സീറ്റാണ്, ഈ ഒരു കളർ സീറ്റാണ് നമ്മൾ ഈ വണ്ടിക്ക് അടിച്ചിരിക്കുന്നത്. നമുക്കൊരു വണ്ടി ഇൻറ്റീരിയർ പെയിൻറ്റിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ ചെറിയ ചെറിയ പാർട്സുകളടക്കം നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയിലുള്ള ഇൻറ്റീരിയർ സൈഡിലുള്ള ഫുൾ പാർട്സ്, അതായത് ഡാഷ്ബോർഡ്, റൂഫ്, അതേപോലെ തന്നെ പ്ലാറ്റ്ഫോമിൽ വരുന്ന പാർട്സുകളുടെ എല്ലാം നമ്മൾ കഴിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ചെറിയ 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 ക്ലിപ്പുകളടക്കം ഇൻറ്റീരിയർ പെയിൻറ്റിങ് ചെയ്താലാണ് നമുക്ക് ആ ഒരു സെയിം ആയിട്ടുള്ള ഇത് കിട്ടുള്ളൂ. ചില സ്ഥലങ്ങളിൽ ഐവറി ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബീജ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. ഈ ഒരു വണ്ടിയുടെ സീറ്റ് ബെൽറ്റ് നമുക്ക് മാറ്റാൻ സാധിക്കില്ല. സീറ്റ് ബെൽറ്റ് കസ്റ്റമറോട് ഞാൻ പറഞ്ഞിട്ട് വേണമെങ്കിൽ മാറ്റിക്കാം. കാരണം സീറ്റ് ബെൽറ്റ് ഓൾറെഡി ഐവറി കളറാണ്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ സീറ്റ് നമ്മുടെ ബെൽറ്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും സീറ്റ് ബെൽറ്റിൻ്റെ കവറടക്കം നമ്മൾ ഇൻറ്റീരിയർ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാർട്സ് അഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഇപ്പോൾ ഏതൊരു വണ്ടി നമുക്ക് ഇൻറ്റീരിയർ പെയിൻറ്റിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പാർട്സുകളായിട്ട് ഒരുപാട് പാർട്സ് വരും. അതായത് ഇപ്പോൾ ഈ സീറ്റ് തന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ സീറ്റിൻ്റെ സൈഡിലെ കവറുകൾ, അതേപോലെ തന്നെ സീറ്റിൻ്റെ ഹാൻഡിൽ, സീറ്റിൻ്റെ ഫ്രണ്ടിലെ കവറ്, താഴെ വരുന്ന കവറൊക്കെ ആയിട്ട് ഒരുപാട് പാർട്സ്. ഇപ്പോൾ ഡാഷ്ബോർഡിൻ്റെ തന്നെ ഒരു സാധനങ്ങൾ എടുക്കണമെങ്കിൽ ചെറിയ ചെറിയ വിൻഡോകൾ, ചെറിയ ചെറിയ വിൻഡോകളുടെ പിൻസുകൾ, അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പാർട്സുകൾ നമുക്ക് ഇൻറ്റീരിയർ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് വരും. അപ്പോൾ അഴിക്കുകയും വേണം, അതേപോലെ തന്നെ റീസെറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഒരു ഇൻറ്റീരിയർ പെയിൻറ്റിങ് ചെയ്യണ കോസ്റ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു വണ്ടി ഫുൾ പെയിൻറ്റിങ്, ഇപ്പോൾ ഒരു ഇന്നോവ ഫുൾ പെയിൻറ്റിങ് ചെയ്യണമെങ്കിൽ എന്തിട്ടാ 2 ലിറ്റർ പെയിൻറ്റ് വേണം. ഒരു ഇൻറ്റീരിയർ പെയിൻറ്റിങ് ഇപ്പോൾ ഇന്നോവയ്ക്കോ അല്ലെങ്കിൽ ഫോർച്യൂണർ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം സെയിം നമ്മൾ ഔട്ടർ ബോഡി അടിക്കുന്ന ആ ഒരു പെയിൻറ്റ് മെറ്റീരിയൽ എടുത്ത് നോക്കുമ്പോൾ സെയിം മെറ്റീരിയലായിട്ട് വരും. ചെറിയ രീതിയിലേ കുറവുണ്ടാവുള്ളൂ. ഏകദേശം സെയിം മെറ്റീരിയൽ തന്നെ നമുക്ക് ഇൻറ്റീരിയർ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വരും കേട്ടോ. നമ്മളിപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യണ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇത് ഫുള്ളായിട്ട് തന്നെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്യും. അതിനുശേഷം പ്ലാസ്റ്റിക് പ്രൈമർ ആപ്ലിക്കേഷൻ നടത്തും. അതിനുശേഷം നമ്മളിതിന്മേ അടിക്കാൻ പോകുന്ന പെയിൻറ്റ്, അതായത് ചില സ്ഥലങ്ങളിൽ നമ്മൾ സർഫേസർ അടിക്കാൻ പാടില്ല. ഈ ഇൻറ്റീരിയർ സാധനങ്ങളൊക്കെ നോക്കണമെങ്കിൽ അതും ഓരോരോ ഡിസൈനുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ സർഫേസർ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും, ഈ ഡിസൈനുകളൊക്കെ ചില ഏരിയകളിൽ മിസ്സായി പോകും. അതുകൊണ്ട് തന്നെ സർഫേസർ അങ്ങനെ ആരും അടിക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല. എന്നാൽ ചില പാർട്സുകൾക്ക് അടിക്കാൻ വേണം കേട്ടോ. ചില പാർട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫിനിഷിങ് കൊടുക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ സർഫേസർ അടിച്ചിരിക്കണം. ഇത് നമ്മൾ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ്, അതായത് ഇത് സർഫേസർ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് സർഫേസർ അടിക്കില്ല, പ്ലാസ്റ്റിക് പേപ്പർ അടിച്ച് അപ്പോൾ തന്നെ നമ്മൾ പെയിൻറ്റ് ആപ്ലിക്കേഷൻ ഏത് കളറാണ് ഉദ്ദേശിക്കുന്നത് ആ പെയിൻറ്റ് നമ്മൾ ഫുൾ കവർ ചെയ്ത് അടിക്കും. അത് എത്ര കോട്ടിൽ കവർ ആവണം അത്ര കോട്ട് നമ്മൾ അടിക്കും. അതിനുശേഷം അതിലേക്ക് മാറ്റ് ക്ലിയർ, നമ്മൾ എന്നിട്ട് ഡാഷ്ബോർഡ് മെറ്റീരിയൽ സാധനങ്ങളെല്ലാം എന്നിട്ട് മാറ്റ് ഫിനിഷിംഗ് ആണ്, മാറ്റായിട്ടാണ് നിൽക്കുന്നത്. അപ്പം മാറ്റ് ക്ലിയർ ഫുള്ളായിട്ട് തന്നെ അടിക്കും. ഈ മാറ്റ് ക്ലിയർ അടിച്ചതിന് ശേഷം റീസെറ്റ് ചെയ്തിട്ട് ഇതുമ്പോൾ നമ്മൾക്ക് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. പോളിഷിങ് ചെയ്യാൻ പറ്റില്ല, വാക്സ് ആപ്ലിക്കേഷൻ നടത്തില്ല. അത് വേറെ ഒന്നുമല്ല, മാറ്റായിട്ട് വരുന്ന ഭാഗം പെയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫൈനലാണ്.
മാറ്റ് ക്ലിയർ അടിച്ചാൽ അവിടെ ഫൈനലായി. ഇനി അതുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു വണ്ടിയുടെ എല്ലാ പാർട്സുകളും നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തു. ഒരുപാട് പാർട്സുകൾ ഉണ്ടായിരുന്നു. എല്ലാ പാർട്സുകളും നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ പെയിൻറ്റ് ചെയ്തു. അങ്ങനെ വണ്ടി ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ വർക്കും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആയി. നിങ്ങൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ടിരിക്കും. അതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ പറഞ്ഞേക്കും. നമ്മളിപ്പോൾ ആ ഒരു വണ്ടിയുടെ സീറ്റ് വർക്ക്, അത് സ്ലിങ്ക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് കസ്റ്റമർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വർക്കും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇവിടെയും ഗാരേജിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇതേപോലെ ഇൻറ്റീരിയർ പെയിൻറ്റിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ക്യാപ്സ് എന്ന ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യണത് ഫുള്ളായിട്ട് പ്ലാസ്റ്റിക് പേപ്പറും കാര്യങ്ങളെല്ലാം അടിച്ചതിന് ശേഷമാണ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റീരിയർ പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സീറ്റ് വർക്കൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ CarJJ ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ആരെങ്കിലും ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ ഫോളോ ചെയ്താൽ ചെറിയൊരു ഷോർട്ടുകളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതേപോലെ കഴിഞ്ഞ ക്രിസ്റ്റയുടെ വീഡിയോസൊക്കെ കണ്ടിരിക്കും. അപ്പോൾ ക്രിസ്റ്റ കൺവെർഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ, സീറ്റ് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ. നമ്മൾ കൂടുതലായിട്ട് നമ്മൾ സീറ്റ് വർക്ക് ചെയ്യുന്ന സ്ലിങ്കും അതേപോലെ തന്നെ നാപ്പയാണ് ഏറ്റവും കൂടുതൽ പോണത്. നാപ്പയേക്കാളും കുറച്ച് പ്രീമിയം ക്വാളിറ്റിയാണ് സ്ലിങ്ക് എന്ന് പറയുന്നത് കേട്ടോ. ലെതർ എന്നൊക്കെ പറഞ്ഞ സെയിൽ ചെയ്യണ മെറ്റീരിയലാണ്. ലെതർ അല്ല, സ്ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ലെതർ എന്നൊക്കെ പറയും, പക്ഷേ ഒരു ഒറിജിനൽ ലെതറും അല്ല. പക്ഷേ നല്ല പ്രീമിയം മെറ്റീരിയൽ, പ്രീമിയം കാറ്റഗറിയിലുള്ള മെറ്റീരിയലാണ്. പ്രീമിയം വാഹനങ്ങൾക്ക് യൂസ് ചെയ്യണ മെറ്റീരിയലും കൂടിയാണ് സ്ലിങ്ക് കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ, സീറ്റ് വർക്കൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് റൈറ്റ് റീസണബിൾ ആയിട്ട് തോന്നണമെങ്കിൽ നമ്മുടെ ഇവിടെ ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോസ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.